ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വർമാസ് വിജി വേൾഡ്. പണ്ട് കാലത്ത് നാട്ടിൻപുറങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാതെ വിരുന്നുകാരെത്തുന്ന സമയത്തും അതുപോലെ തന്നെ കൂട്ടിയുണ്ണാനായിട്ട് കറികളൊക്കെ തികയാത്ത സമയത്തൊക്കെ വീട്ടമ്മമാരൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു തട്ടിക്കൂട്ട് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നെല്ലിക്ക തൊടുകറി. പലപ്പോഴും ഇങ്ങനെ തട്ടിക്കൂട്ടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കറികളേക്കാളും സ്വാദ് കൂടുതലാണ്. ഈ നെല്ലിക്ക തൊടുകറിയും അത്തരത്തിലുള്ള ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു പറ ചോറുണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതി. സ്വാദ് മാത്രമല്ല, നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതുമാണ് ഈ ഒരു കറി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് കണ്ടു നോക്കാം. പണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുവിധം വീടുകളിലൊക്കെ നെല്ലിക്ക, മാങ്ങ, ലൂബിക്ക, അരിനെല്ലിക്ക അങ്ങനത്തെ എല്ലാം ഉപ്പിലിട്ട് വയ്ക്കുന്ന ഒരു ശീലമുണ്ട്. ഇവിടെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞതിന് ശേഷം കുറച്ച് കല്ലുപ്പും അതുപോലെ തന്നെ കാന്താരിമുളകും ഇട്ട് വെച്ചേക്കാണ്. പെട്ടെന്ന് പാകം വരാനും പൂക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക നമ്മളിങ്ങനെ വരയണതും ഇത് പെട്ടെന്ന് പാകം വരാൻ വേണ്ടിയിട്ടാണ്. നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ നെല്ലിക്കയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട്. എന്നാലും നമുക്കിതിന് ടേസ്റ്റ് കൂടാനും കൂടുതൽ കാലം കേടുവരാണ്ടിരിക്കാനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറുക്കിയോ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഉപ്പും അതുപോലെ തന്നെ കാന്താരിമുളകും മാത്രമാണ് ഇട്ട് വെച്ചിട്ടുള്ളൂ. അതിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉപ്പിലിട്ട് വെച്ചേക്കണ നെല്ലിക്കയുടെ കുരു നീക്കം ചെയ്തതിന് ശേഷം അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ജെർക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും നെല്ലിക്ക പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കാൻ പാടില്ല. ഈ നെല്ലിക്കയുടെ കഷ്ണങ്ങൾ നമുക്ക് കുറേശ്ശെ ഈ കറിയിൽ കടിക്കാൻ കിട്ടണം. അപ്പോൾ ഈ കറിയിൽ നമ്മൾ വേറെ കഷ്ണങ്ങളൊന്നും തന്നെ ചേർക്കണില്ല. അപ്പോൾ നെല്ലിക്ക ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു സ്വാദ് ഉണ്ടാവുക. നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുരു കളയാനും അതുപോലെ തന്നെ ഉടച്ചെടുക്കാനൊന്നും ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളിവിടെ ഈ നെല്ലിക്ക മിക്സിയിലൊന്ന് ജെർക്ക് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കണ്ട പോലെ ചെറുതായിട്ടൊന്ന് ജെർക്ക് ചെയ്തിട്ടേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ തൊടുകറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം തേങ്ങയും അതുപോലെ തന്നെ നെല്ലിക്ക എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു മുറി നാളികേരമാണ് നമ്മളിവിടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുളക് ചേർക്കുന്ന സമയത്തും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ചേർക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇതിന് വലിപ്പം കുറവാണ്, അതുപോലെ തന്നെ എരിവും കുറവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിനും കാര്യമായിട്ട് എരിവൊന്നുമില്ല. അപ്പോൾ കുട്ടികളും കൂടി കഴിക്കണതാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് എരിവ് ചേർക്കാണ്ടിരിക്കണതായിരിക്കും നല്ലത്. അതല്ല നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്തും വളരെയധികം കെയർഫുള്ളായിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഉപ്പിലിട്ട നെല്ലിക്കയാണ്. അപ്പോൾ നെല്ലിക്കയ്ക്ക് കുറച്ച് ഉപ്പുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഈ മുളകിനും ചെറുതായിട്ട് ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് മാത്രം അരയ്ക്കുന്ന സമയത്ത് ചേർക്കുക. പിന്നെ ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ, കറി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ നാളികേരവും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. ഇതപ്പോൾ ഈ കൂട്ടാനിക്കുള്ള അരപ്പ് നമ്മൾ അരച്ച് കഴിഞ്ഞു. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു തൊടുകറിയായിട്ടാണ് നമ്മൾ വിളമ്പണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ അധികം വെള്ളം ചേർക്കണില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഒഴിച്ചുകറിയായിട്ടാണ് ഉണ്ടാക്കാനായിട്ട് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം കൂടുതൽ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചാക്കണ നെല്ലിക്ക നമ്മളിവിടെ മിക്സിയിലൊന്ന് ജെർക്ക് ചെയ്തിട്ടാണ് എടുത്താക്കണത്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ടത് നല്ല പുളിയുള്ള കട്ടത്തൈര് അല്ലെങ്കിൽ അധികം ഉടയ്ക്കാത്ത നല്ല കൊഴുപ്പുള്ള മോരാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 1 ഗ്ലാസ് നല്ല കട്ടി മോരാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്താക്കണത്. ഇനി നമുക്ക് ഈ അരപ്പിക്ക് മോരും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ കറിയുടെ ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കറി ഒന്നുകൂടി സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കടുകും മുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും കൂടി താളിച്ച് ചേർക്കാം.
ഇതിപ്പോൾ നമ്മുടെ നെല്ലിക്ക തൊടുകറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട്, ഒരു 10 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു കറിയാണ് ഈ നെല്ലിക്ക തൊടുകറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വിഭവം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു കുന്ന് ചോറുണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബായ്.